ഒരു ലോഗയെ കുറിച്ച് എങ്ങനെ ഒരു ലോഗോ തയ്യാറാക്കാമെന്നൊക്കെ കുറിച്ചുള്ള ഒരു നോട്ട് തയ്യാറാക്കിയിരുന്നു. ആ നോട്ട് നിങ്ങളൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്തിരുന്നു, നോക്കി കാണുമെന്ന് പറഞ്ഞ് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അതുമായി ബന്ധപ്പെട്ട ടൂൾസിന്റെ ഒക്കെ ഒരു ലിസ്റ്റും എല്ലാം തന്നിരുന്നു. വീഡിയോ ക്ലാസ്സും തന്നിരുന്നു. ആ വീഡിയോ ക്ലാസ്സിൽ പങ്കെടുക്കാത്തവർക്ക് അത് വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഇതിപ്പോ അത് പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്. വരുന്ന 2-3 ദിവസം കൂടെ വീഡിയോ കിട്ടും. അപ്പൊ ആവശ്യമുള്ളവര് ഈ വരുന്ന 3-4 ദിവസത്തിനകത്ത് അതൊന്ന് കാണുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ്. നമ്മൾ ഒരുപാട് AI ടൂളുകൾ ഇങ്ങനെ പഠിച്ചു പോയി. പല ഗ്രാഫിക് ഡിസൈനിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല ടൂളുകൾ പഠിച്ചു. പക്ഷെ ഈ ടൂളുകൾ ഇങ്ങനെ പഠിച്ചു പോയാൽ നമുക്കൊരു ഫൈനൽ ഒരു ആവശ്യത്തിന് വേണ്ടി ഇത് വിനിയോഗിക്കണമല്ലോ. അപ്പൊ അങ്ങനെ ഉള്ള അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. ലോഗോ ക്രിയേറ്റ് ചെയ്യുക. ലോഗോ വളരെ അത്യാവശ്യമാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് സൈനേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമല്ല. സൈനേജ് എന്ന് പറയുന്നത് ബോർഡുകൾ, സൈൻ ബോർഡ്. ഈ സൈൻ ബോർഡുകൾ എന്ന് പറയുന്നത് ബോർഡുകൾ പലതരത്തിലുണ്ട് അല്ലെ. ടോയ്ലറ്റ് എന്നത് അതൊരു സൈനേജ് ആണ്. വലിയ ഹോൾഡിങ്സ്, പരസ്യ ഹോൾഡിങ്സുകൾ, ഒരു വലിയ ഒരു 10-25 അടി വലിപ്പമൊക്കെ ഉള്ള വലിയ ഹോൾഡിങ്സ് സൈനേജ് ആണ്. അപ്പൊ ഈ സൈനേജുകൾ നമുക്ക് ആവശ്യമാണ്. ഇത് നമുക്ക് നിങ്ങളൊരു ക്രിയേറ്റീവ് ഒരു ഡിസൈനിങ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്ന വർക്കുകളിൽ കൂടുതൽ ഈ സൈനേജുകൾ ഉണ്ടാക്കുകയായിരിക്കും. ഇപ്പൊ വണ്ടിയുടെ ബോർഡ് ഒരു സൈനേജ് ആണ്, വീട്ടിന്റെ അഡ്രസ് ഒരു സൈനേജ് ആണ്, നമുക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ തരുന്ന ചില കൊച്ചു ബോർഡുകൾ സൈനേജ് ആണ്, വലിയ ഷോപ്പിന്റെ ബോർഡുകൾ സൈനേജ് ആണ്, കടകളുടെ ബോർഡുകൾ സൈനേജ്, ഓഫർ കൊടുക്കുന്ന ആ ബോർഡുകൾ സൈനേജ് ആണ്. ഇതെല്ലാം പലതരത്തിലുള്ള സൈനേജുകളാണ്. അപ്പൊ ഈ സൈനേജുകൾ നമുക്ക് ഉണ്ടാക്കണം. ഇവിടെ നമ്മൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ക്രിയേറ്റീവായ ഒരു സാധനം ചെയ്യാൻ നമ്മളെ അടുത്ത് വരുന്ന ഒരു കസ്റ്റമറിന് അദ്ദേഹം ഇതിനെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടൊന്നുള്ള ആളായിരിക്കില്ല. അവനൊരു ബോർഡ് വെക്കണം, ഞാനൊരു കട തുടങ്ങാൻ പോകുന്ന ഒരു ബോർഡ് വെക്കണം എന്ന് പറഞ്ഞു വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് തൃപ്തിപ്പെടുന്ന രീതിയിൽ അദ്ദേഹത്തിന് തൃപ്തിയുണ്ട്. കാരണം ഈ ബോർഡ് കണ്ടിട്ട് ബിസിനസ് നടക്കണം. ഒരു ബോർഡ് കണ്ട് ബിസിനസ് നടക്കുക എന്നതിനപ്പുറം ഒരു ബോർഡ് കാണുമ്പോൾ അത് റിപ്പൽ ചെയ്യരുത്. ബോർഡ് ഇത് ഇത്രയേ ഉള്ളൂ, ഈ കടയിൽ കയറിയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഇത് അങ്ങനെ ഒരു നെഗറ്റീവ് ഫീലിംഗ് എങ്കിലും ഉണ്ടാകാതിരിക്കണം. അത്തരത്തിലുള്ള ഒരു ബോർഡ് നമുക്ക് തയ്യാറാക്കുമ്പോൾ അതിനകത്ത് ഒത്തിരി മനഃശാസ്ത്രപരമായ ഘടകങ്ങളുണ്ട്, കളറിന്റെ ഘടകങ്ങളുണ്ട്, ബോർഡിന്റെ സൈസ് ഉണ്ട്, ബോർഡിന്റെ വലിപ്പമുണ്ട്. ബോർഡിന്റെ വലിപ്പവും അതായത് നീളവും വീതിയും തമ്മിലുള്ള ആ പ്രൊപ്പോർഷന് പ്രാധാന്യമുണ്ട്. ഓരോ വരികൾക്കും പ്രാധാന്യമുണ്ട്, ഓരോ വരികളുടെയും സൈസിന് പ്രാധാന്യം. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെങ്കിൽ. ആരുടെയോ മൈക്ക് ഓണാണ്. നീസ റോസ്, സിസ്റ്റർ നീസ മൈക്ക് ഒന്നും മ്യൂട്ട് ചെയ്ത്. അപ്പൊ ഇതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ അതിനെക്കുറിച്ചൊരു പ്രാഥമിക ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഇത് ചെയ്യാൻ പറ്റുള്ളൂ. AI-യിലൂടെ നമുക്ക് അത്തരത്തിലുള്ള നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. ChatGPT ജെമിനിയോടും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പൊ ഇതുമായി എങ്ങനെയാണ് ഒരു മെച്ചപ്പെട്ട ഒരു സൈനേജ്, ഒരു ബോർഡ് തയ്യാറാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു നോട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ നോട്ട് വിശദീകരിക്കുക എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു ക്ലാസ് വേണം. അതുകൊണ്ട് ഞാൻ അതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് നോട്ട് PDF ഫോർമാറ്റിൽ നോട്ട് തരും, നിങ്ങൾ അത് വായിച്ചു നോക്കാം. എന്നാലും ജസ്റ്റ് ഞാൻ ആ നോട്ട് ഒന്ന് കാണിക്കാം, നോട്ട് മാത്രം. സൈനേജ് ഞാൻ നോട്ട് വായിക്കുന്നില്ല. ഞാൻ ഈ നോട്ട് എന്താണെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. എന്താണ് സൈനേജ് എന്ന് പറയുന്നു. സൈനേജിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണ്? അതിന്റെ ലക്ഷ്യങ്ങൾ വിവരങ്ങൾ നൽകുക, വഴികാട്ടി, അങ്ങനെയുള്ള പ്രചരണം, പ്രൊമോഷൻ, ബ്രാൻഡിങ് ഒക്കെയാണ് അതിന്റെ പ്രധാന ലക്ഷ്യം. ഇതൊക്കെ നിങ്ങൾ വായിക്കുക. പ്രധാനപ്പെട്ട സൈനേജിങ് രീതികൾ: ഔട്ട്ഡോർ സൈനേജ് എന്താണ്, ഇൻഡോർ സൈനേജ് അത് സ്ഥാപനങ്ങൾക്കുള്ളിൽ വെക്കുന്ന ബോർഡ്, ഡിജിറ്റൽ സൈനേജ് നമുക്ക് LED സ്ക്രീനുകൾ, അതെല്ലാം സൈനേജുകളാണ്. ഡിസ്പ്ലേ ബോർഡുകൾ അതെല്ലാം സൈനേജുകളാണ്.
അങ്ങനെ മികച്ചതും ഫലപ്രദവുമായ സൈനേജ് എങ്ങനെ വായിക്കാൻ എളുപ്പമായിരിക്കും. ഇങ്ങനെയാണ് വായിക്കാൻ. അതിന്റെ ഫോണ്ട് ദൂരെ നിന്ന് നോക്കിയാൽ അത് കാണാൻ പറ്റുന്ന ആ ദൂരവും ഇതുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്. നിറങ്ങൾ, ലളിതമായ സന്ദേശം, സ്ഥാപിക്കുന്ന സ്ഥലം, ഗുണനിലവാരമുള്ള നിർമ്മാണ വസ്തുക്കൾ, ലോഗോയും ബ്രാൻഡിങ്. നമ്മൾ അതിനുവേണ്ടി നമ്മൾ ലോഗോ, സൈനേജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ലോഗോ. അതാണ് നമ്മൾ ആദ്യ ക്ലാസ്സിൽ ലോഗോയെ കുറിച്ച് പറഞ്ഞത്. വ്യക്തമായ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ കാൾ ടു ആക്ഷൻ. നമ്മളൊരു ബോർഡ് കാണുമ്പോൾ അത് നമ്മളൊരു ആക്ഷനിലേക്ക് പ്രേരിപ്പിക്കുന്ന സാധനമായിരിക്കണം. അതൊരു അതിന്റെ അത് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ. ഫോൺ ചെയ്യുകയാണെങ്കിൽ ഫോൺ ചെയ്യാനുള്ള ഫോൺ നമ്പർ വേണം, അല്ലെങ്കിൽ വഴികാട്ടിയാണെങ്കിൽ അതിന്റെ ദിശയിലേക്ക് എന്നൊക്കെ ഉള്ള ഒരു സാധനം വേണം. അങ്ങനെയുള്ള ഒരു വ്യക്തമായ നിർദ്ദേശം അതിനകത്ത് കിട്ടണം. അതിനാണ് കാൾ ടു ആക്ഷൻ. ചിത്രങ്ങളുടെ ഉപയോഗം. സൈനേജുകളുടെ നിറം വെറും ഒരു ഭംഗിക്ക് വേണ്ടിയുള്ളതല്ല, അതൊരു ആശയവിനിമയത്തിനുള്ള ഉപകരണമാണ്. വർണ്ണത്തിന്റെ മനഃശാസ്ത്രം, കളർ ഓഫ് സൈക്കോളജി. അത് ഏത് ആവശ്യത്തിന് ഏത് കളറുകളെ സെലക്ട് ചെയ്യണമെന്നുള്ളതാണ്. കളർ ഏറ്റവും മികച്ച കോൺട്രാക്ട്സുകൾ ഒഴിവാക്കേണ്ടത്. ചുറ്റുപാടും ഉള്ള പ്രകൃതി. ഇതൊരു തിയറിയാണ്, 60-30-10 റൂൾ. ആ പശ്ചാത്തലത്തിന്, അതായത് നമ്മളൊരു സൈനേജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് എന്താണ്? നമ്മളതിന്റെ ഫോണ്ടൊന്നുമില്ല, അതിന്റെ പശ്ചാത്തലമാണ്. നമ്മൾ പലപ്പോഴും നെഗ്ലക്ട് ചെയ്യുന്ന പശ്ചാത്തലമാണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്തായിരിക്കണം, ബാക്ക്ഗ്രൗണ്ടിലുള്ള ചിത്രം എന്തായിരിക്കണം എന്നൊക്കെ ഉള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 60% അതിനാണ്. പ്രധാന അക്ഷരങ്ങൾക്ക് ലോഗോയ്ക്ക് 30% പ്രാധാന്യമുള്ളൂ. ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, ഫോൺ നമ്പർ, അങ്ങനെയൊക്കെയുള്ള നമ്മൾ കാൾ ടു ആക്ഷൻ എന്ന് പറയുന്നതിന് 10% കാര്യമുള്ളൂ, പ്രാധാന്യമുള്ളൂ. അല്ലാതെ വലിയ ഫോൺ നമ്പർ എടുത്ത് ആൾക്കാർ നമ്മളെ വിളിക്കണ്ടേ, അതുകൊണ്ട് ഫോൺ നമ്പർ വലുതായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അത് പ്രധാനപ്പെട്ട ഭാഗത്ത് കൊടുക്കാന്നൊക്കെ നിശ്ചയിക്കുന്ന ഒരു ശരിയായ ഒരു സൈനേജിങ് രീതിയല്ല. അതിനകത്ത് 10% ഉള്ളൂ. അപ്പൊ അതിന്റെ ആ റൂൾ എന്താണെന്നൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ. പിന്നെ ലൈറ്റിംഗ്, പിന്നെ സൈനേജിന്റെ വലിപ്പം തീരുമാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് ദൂരവും ഇതും, യാത്രയുടെ വേഗത, റോഡിൽ വെക്കുന്ന സൈനേജ്. നമുക്കറിയാം ചില കടകളില് റോഡ് സൈഡിലുള്ള കടയിൽ വെക്കുന്ന ബോർഡ് പോലെ ആയിരിക്കില്ല ഇട റോഡിലുള്ള കടയിൽ വെക്കുന്ന ബോർഡ്. അപ്പൊ അത് ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് പരിഗണിച്ച് വേണം നമ്മൾ ഓരോ സൈനേജുകളും തയ്യാറാക്കേണ്ടത്. നടന്നു പോകുമ്പോൾ, പതുക്കെ പോകുന്ന വാഹനങ്ങളിലാണെങ്കിൽ അവിടെ പ്രത്യേകം, സ്ഥാപനത്തിന്റെ സ്വഭാവവും വലിപ്പവും ഉണ്ട്. നെഗറ്റീവ് സ്പേസ്, വൈറ്റ് സ്പേസ്, നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റേ 30-60 തിയറി പോലെയുള്ളതാണ് തിയറി. പിന്നെ കോർപ്പറേഷൻ, പഞ്ചായത്ത് നിയമങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ബോർഡ് വെക്കുന്നതിൽ അത് ലൈസൻസിനൊക്കെ നിയമങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സൈനേജ് ഡിസൈനുകൾ, സൈനേജ് ഡിസൈനിനെ എങ്ങനെ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചും അതിന്റെ ടൂളുകൾ, അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകളെയും കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. മലയാളം ടൈപ്പിംഗ് കൃത്യമായി വിവരണം ഇതാണ്. ഈ നോട്ട് നിങ്ങൾ മറ്റാർക്കും ഷെയർ ചെയ്യരുത്, ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഞാൻ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഓക്കെ, നമ്മളെ സമയം ഏതാണ്ട് 10-15 മിനിറ്റ് നഷ്ടപ്പെട്ടു. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, ഇതിനകത്ത് നമ്മളൊരു സൈനേജിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ പ്രിന്റ് ഔട്ട് എടുക്കണം. നമ്മളോട് ഉണ്ടായി കാണിച്ചാൽ പോലെ, അല്ലെങ്കിൽ നമ്മൾ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ആണെങ്കിൽ അതെങ്ങനെയെങ്കിലും തയ്യാറാക്കി നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വായിക്കാൻ പറ്റും. ഇതങ്ങനെയല്ല, പല വലിപ്പമാണ് ഏറ്റവും പ്രധാനം. എത്ര സൈസ് വേണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു സൈസില് നമ്മൾ പേജ് സെറ്റ് ചെയ്യണം. അത് ഫ്ലക്സിൽ ചിലപ്പോൾ പ്രിന്റ് എടുക്കേണ്ടതായും, ചിലപ്പോ നമുക്കൊരു A3 പേപ്പറിൽ പ്രിന്റ് എടുക്കേണ്ടതായും, ചിലപ്പോൾ ഒരു A4 പേപ്പറിൽ പ്രിന്റ് എടുക്കേണ്ടതായിരിക്കും. ഇവിടെ മൂത്രം ഒഴിക്കരുത്, ചിലപ്പോൾ ഒരു A3 ഒരു ചെറിയ A4 പേപ്പറിൽ പ്രിന്റ് എടുത്തൊട്ടിരിക്കേണ്ട ഒരു സാധനമായിരിക്കും. അപ്പൊ ഇങ്ങനെ ഏത് ആവശ്യമായാലും അതിന്റെ ഏറ്റവും പ്രധാനം പേജ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ പേജ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്നിപ്പോ നിർമ്മിത വിദ്യയെ നമ്മളിപ്പോ എല്ലാം സൗജന്യ ടൂളുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ടൂളുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് അസാധ്യമായ കാര്യമാണ്, നടക്കൂല. ഏത് AI ടൂളിൽ പോയാലും, AI ഡിസൈനിങ് ടൂൾ, ഇപ്പൊ ക്യാൻവ അടക്കമുള്ള ഒരുപാട് ടൂളുകൾ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. അഡോബിന്റെ ഫ്രൈ അടക്കമുള്ള ഒരുപാട് ടൂളുകളുണ്ട്. പോസ്റ്റർ മൈവാൾ, അങ്ങനെ ധാരാളം പോസ്റ്റർ മേക്കർ, അങ്ങനെയൊക്കെ ധാരാളം AI ടൂളുകളുണ്ട്. ഈ ഏത് മൈക്രോസോഫ്റ്റ് ഡിസൈനർ അടക്കമുള്ള ടൂളുകൾ എവിടെ പോയാലും ഉള്ളൊരു പ്രശ്നം, പേജ് സെറ്റ് ചെയ്യണമെങ്കിൽ എന്ത് കൊടുക്കണം? കാശ് കൊടുക്കണം. പ്രശ്നമല്ലേ?
ആണോ അല്ലേ? ഇത് പരിഹരിക്കണ്ടേ? ഇത് പരിഹരിക്കാൻ ഒരു എളുപ്പ മാർഗമുണ്ട്. ഫ്രീ ആയിട്ട് നമുക്ക് പേജ് സെറ്റ് ചെയ്തല്ല, പ്രിന്റ് ക്വാളിറ്റി വേണം. നമുക്ക് എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യാം, ഏതെങ്കിലും ഒരു ടൂളിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ട് അത് PDF ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ, PDF ഫോർമാറ്റിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ അത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത വിധത്തിൽ, അതിന്റെ പിക്സൽ ക്വാളിറ്റി വളരെ മോശമാണെങ്കിൽ പ്രിന്റ് വളരെ മോശമായിരിക്കും. ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് പ്രിന്റ് എടുക്കുകയും വേണം, സൗജന്യമായിരിക്കണം. അതിനൊരു ഒരു ഒരു സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്, വെറുതെ സിമ്പിൾ ടെക്നിക്ക്, ഫ്രീ ആണ്. അത് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. വേണ്ടത് നമുക്കൊരു ഗൂഗിൾ അക്കൗണ്ട് മാത്രമാണ്. ഗൂഗിളിന്റെ ഗൂഗിൾ സ്ലൈഡ്, ഗൂഗിൾ ഡോക്കിലെ പ്രസന്റേഷൻ, അത് നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ഗൂഗിൾ സ്ലൈഡിലേക്ക് പോവാം. അതിന്റെ ലിങ്ക് ഞാൻ തരാം. അതായത് ഇതാ സംഭവം, ഗൂഗിൾ സ്ലൈഡ്. അതായത് നമുക്ക് പവർ പോയിന്റ് ഉണ്ടാക്കുന്നത് പോലെ ഗൂഗിളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഗൂഗിൾ സ്ലൈഡ്. ഈ ഗൂഗിൾ സ്ലൈഡിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സൈസിലുള്ള എന്തുണ്ടാക്കാൻ പറ്റും? പേജ് സെറ്റ് ചെയ്യാൻ പറ്റും. ഡിസൈനിങ്ങിന് അനുയോജ്യമായ ഒരു സ്പേസ് കൂടെയാണ് ഗൂഗിൾ സ്ലൈഡ്. അതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട സൈസിൽ നമുക്കൊരു പേജ് സെറ്റ് ചെയ്യാം. അപ്പൊ ഇതിന് ഈ ഗൂഗിൾ സ്ലൈഡ് ഡോക്സ് google.com/presentation ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഗൂഗിൾ സ്ലൈഡ് കിട്ടും. ഗൂഗിൾ ഡോക്കിലാണ് docs.google.com/presentation. അവിടെയാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം പേജ് സെറ്റ് ചെയ്യണം, സൈസ് സെറ്റ് ചെയ്യണം. അപ്പൊ സൈസ് സെറ്റ് ചെയ്യാം. നമുക്ക് പേജ് സെറ്റ് ചെയ്യാം. കോറൽ ഡ്രോയിലും ഫോട്ടോഷോപ്പിലും പേജ് മേക്കറിലും ഒക്കെ നമ്മൾ പേജിന്റെ സൈസ് സെറ്റ് ചെയ്യുന്നത് പോലെ ഇവിടെയും ചെയ്യാൻ പറ്റും. അത് ഇതിന്റെ ഫയൽ മെനു ഇവിടെ കാണുന്നില്ലേ? ഫയൽ മെനു. അതിനകത്തൊരു പ്രശ്നം ഉള്ളത്, ഞാനിവിടെ ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫയൽ മെനു കാണാൻ പറ്റില്ല. ഈ നമ്മുടെ ഈ ഗൂഗിൾ മീറ്റില് ഉള്ള ഒരു പ്രശ്നമാണ്. നമുക്ക് ഇപ്പൊ ഈ ഫയൽ മെനു ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫയൽ മെനു താഴോട്ടൊരു ഫയൽ മെനു വരും. ക്ലിയർ ആണല്ലോ? നമുക്ക് കാണാൻ പറ്റില്ല. അതായത് നമ്മളിവിടെ ഫയൽ മെനു ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫയൽ മെനു വരും. കാണുന്നുണ്ടോ? ഫയൽ മെനു കാണുന്നുണ്ടോ? അതിന്റെ ഫുൾ ഡൗൺ മെനു ഇല്ലല്ലോ, കാണുന്നില്ലല്ലോ. കാണുന്നുണ്ട്. വെരി ഗുഡ്. അപ്പൊ ഇനി ശരി, കാണുന്നുണ്ട് അല്ലേ? ഫയൽ മെനു. ഈ ഫയൽ മെനുവിൽ താഴോട്ട് വരുമ്പോ പേജ് സെറ്റപ്പ് എന്ന് കാണുന്നു. പേജ് സെറ്റപ്പ് കൊടുക്കുന്നു. പേജ് സെറ്റപ്പ് കൊടുക്കുമ്പോൾ നമ്മള് വൈഡ് സ്ക്രീൻ ആണോ സ്റ്റാൻഡേർഡ് ആണോ? ഇവിടെ വൈഡ് സ്ക്രീൻ, സ്റ്റാൻഡേർഡ്, കസ്റ്റം എന്ന് പറയുന്ന ഒരു സാധനം. കസ്റ്റത്തിനകത്ത് നമുക്ക് ഇതിപ്പോ കാണുന്നുണ്ടോ? ഒരു ഡയലോഗ് ബോക്സ് കാണുന്നുണ്ടോ? ഉണ്ട്. കാണുന്നുണ്ട്. പക്ഷെ അത് ഈ ഫോണിനകത്ത് ബുദ്ധിമുട്ടായിരിക്കും സാറേ കാണാൻ. എനിക്ക് വലിയ സ്ക്രീനായ കാരണം കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഇത് കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കസ്റ്റം. അപ്പൊ ഇവിടെ കസ്റ്റം വന്നു അല്ലെ? നമ്മൾ നേരത്തെ ഡിഫോൾട്ട് ആയിട്ടുള്ള കുറെ ഉണ്ട്. നമുക്ക് കസ്റ്റം നമ്മുടേതായ വലിപ്പത്തിലാണ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ സെന്റിമീറ്റർ കണ്ടു, പിക്സൽ കണ്ടു, ഇഞ്ചസ്, 3 സാധനമുള്ളത്. അപ്പൊ നമ്മൾ ഇഞ്ചസ് ആണ് നമുക്ക് എടുക്കേണ്ടത്. ഇഞ്ച്. അപ്പൊ നമുക്കൊരു 15 അവിടെ കിടക്കുന്ന നമുക്ക് കൂട്ടണം. ഒരു 25 ഇഞ്ച് വീതിയും
ഒരു 30 ഇഞ്ച് അല്ല പൊക്കമുള്ള ഒരു സാധനമാണെങ്കിൽ ഇതിനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സൈസിലുള്ള ഒരു പിന്നെ പേജ് ഇവിടെ ആയി. ഈ പേജ് വരുമ്പോൾ ഈ പേജിന്റെ നമുക്ക് ഫിറ്റ് ഇൻ വിൻഡോ ആണ്. ഇതിന്റെ നമുക്ക് ചെറുതാക്കിയാൽ വലുതാക്കുക. നമ്മുടെ ഫിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഫിറ്റ് ഇൻ എന്ന് വെച്ചാൽ നമുക്ക് ഈ വിൻഡോയിൽ ഫുൾ നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇതിനെ നമുക്ക് കുറച്ചുകൂടി ചെറുതാക്കണമെങ്കിൽ അത് 50% ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതാവും. ഇതിനെ വലുതാക്കണമെങ്കിൽ 75% വലുതാക്കാം. ഇത് 50% ചെറുതാക്കി. ഇനി നമുക്കത് ഇവിടെ അടിച്ചു കൊടുക്കാൻ പറ്റുമോ? 30%. ഇനി ചെറുതായി ഒരു 10%. ഈ 25% വരെ ചെറുതാവുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കൊരു പേജ് ഇവിടെ ആയി. ഓക്കെ, ഇതാ ഈ കാണുന്നതാണ് പേജ്. ഈ കാണുന്നതാണ് 25%. നമുക്ക് അതിനെ ഒരു 50% ആക്കാം, വലുതായി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. ക്ലിയർ ആണോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ സാർ. ഓക്കെ. അപ്പൊ നമുക്ക് പേജ് സെറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. നമ്മൾ നേരത്തെ നമ്മൾ ആ നോട്ട് ഓടിച്ച് നമ്മൾ നോക്കിപ്പോയപ്പോ ഒരു കാര്യം നമ്മൾ കണ്ടു. എന്താ കാര്യം? ബാക്ക്ഗ്രൗണ്ട് ആണ് ഏറ്റവും പ്രാധാന്യം. 60% പ്രാധാന്യം ഇതിന് കൊടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ആണ്. നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം. ആ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. നമ്മൾ ചുമ്മാ പിന്നെ നമ്മള് ഇൻപ്രിന്റ്സിൽ പോയി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എടുക്കാം. പിന്നെ ഗൂഗിളിൽ ഇമേജിലൊക്കെ പോയി പലതരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് ടൂളുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു കാര്യം നമുക്കറിയാം. പക്ഷേ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്ലയന്റിനെ തൃപ്തിപ്പെടുത്തണം, അല്ലേ? അപ്പൊ നമ്മൾ എന്താ ഒരുപാട് ഡിസ്കഷൻ നടത്തും. എന്താ നിങ്ങളുടെ ബിസിനസ്? നിങ്ങൾ ഹോസ്പിറ്റലാണോ? ഹോസ്പിറ്റൽ ബോർഡാണോ? അല്ലെങ്കിൽ തുണിക്കടയുടെ ബോർഡാണോ? അല്ലെങ്കിൽ പിന്നെ മറ്റേതെങ്കിലും സേവനത്തിന്റെ ആണോ? ഹോട്ടലാണോ? എന്നൊക്കെ നമ്മൾ അങ്ങനെ നമ്മൾ ചോദിക്കും. നമ്മൾ എവിടെയാണ് ഈ ബോർഡ് വെക്കുന്നതെന്ന് ചോദിക്കും. നമ്മൾ റോഡിലാണ്, നല്ല വലിയ റോഡിലാണ്. ദൂരന്നേ വാഹനങ്ങൾ വരുമ്പോൾ കാണുന്ന ഒരു റോഡാണ്. അവിടെയാണ് നമ്മുടെ ബോർഡ് വെക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബോർഡ് വെക്കുമ്പോ ആ ബോർഡിന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഏറ്റവും ഉചിതമായ ബാക്ക്ഗ്രൗണ്ട് ഏതാണ്? നമ്മളെങ്ങനെ വയ്ക്കും? നമ്മളിരുന്ന് ആലോചിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആലോചിച്ച് ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവണമെന്നില്ല. നമുക്കിതിനെ കുറിച്ച് നമ്മളിതിന്റെ എക്സ്പെർട്ട് അല്ല. AI ഉപയോഗിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏത് എക്സ്പെർട്ടിനെയും പ്രയോജനപ്പെടുത്താൻ നമുക്കറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വലിയ വൻകിട ലോകത്തെ വലിയ കമ്പനികളുടെ ഹോൾഡിങ്സുകൾ ഡിസൈൻ ചെയ്യുന്ന ഒരു ഡിസൈനർ എന്ന നിലയിൽ ആരാണ് നമുക്ക് നിലയിൽ എനിക്കൊരു ഹോട്ടലിന്റെ ബോർഡ് ഡിസൈൻ ചെയ്യണം. ആ ബോർഡ് റോഡിലാണ് വെക്കുന്നത്. ഏതാണ്ട് 1/2 കിലോമീറ്റർ ദൂരം നിന്ന് വരുന്ന ആളിന് വരെ ബോർഡ് കാണാൻ പറ്റും. ഹോട്ടലാണ്, പ്രധാനപ്പെട്ട ബോർഡാണ്. അങ്ങനെയുള്ള ബോർഡിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് ഉത്തരം പറഞ്ഞു തരും? ജെമിനി അല്ലെങ്കിൽ ചാറ്റ് GPT ഉത്തരം പറഞ്ഞു തരും. പറയും ഇന്നതായിരിക്കണം ബാക്ക്ഗ്രൗണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്പാരന്റ് ഒരു ഇളം നീല ബാക്ക്ഗ്രൗണ്ട്, ആ ബാക്ക്ഗ്രൗണ്ടിനകത്ത് ഇന്ന ചിത്രം വേണം എന്ന് പറയും. അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇന്ന നിറത്തിലുള്ളതായിരിക്കണം. ആ നിറത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടിനോടൊപ്പം ഒരു ചെറിയൊരു ചിത്രം വെക്കാനുള്ള സ്പേസ് ഉണ്ട്. കടയാണ്, അല്ലെങ്കിൽ ലോഗോ മാത്രം മതി, വേറെ ചിത്രമൊന്നും. ഒരു പ്രധാനപ്പെട്ട സൈനേജിന്റെ ഒരു കടയിലെ സൈനേജ് ആണെങ്കിൽ, പ്രധാനപ്പെട്ട ബോർഡാണെങ്കിൽ അതിനകത്ത് കടയുടെ ലോഗോയും ഒപ്പം കടയുടെ പേരും മാത്രം മതി. പിന്നെ അതിന്റെ സബ് ടൈറ്റിലുകൾ, നിങ്ങൾക്ക് എന്തെങ്കിലും സ്ലോഗൻ ഉണ്ടെങ്കിൽ അത്, സ്ഥലം, ഫോൺ നമ്പർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രം. കാൾ ടു ആക്ഷൻ, ഫോൺ നമ്പർ, വെബ്സൈറ്റ് അഡ്രസ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമാണ് കൊടുക്കേണ്ടത്. ആയി. അപ്പൊ നമുക്ക് അപ്പൊ അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ അത് പറഞ്ഞു, അത് നിങ്ങൾക്ക് അറിയാം. ചാറ്റ് GPTയിലോ ജെമിനിയിലോ മറ്റിൽ എവിടെയെങ്കിലും പോയി നിങ്ങൾ
അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട റോളാ. ആരാണ് നിങ്ങൾക്ക് ഉപദേശം തരുന്നത്? അതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ആ ആളിനെ കൊണ്ട് നമ്മൾ ആ ബോർഡിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് കണ്ടെത്തും. അപ്പൊ കണ്ടെത്തിയിട്ട് നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പറയുന്നത്, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നല്ല ബാക്ക്ഗ്രൗണ്ടുകൾ കിട്ടാൻ കഴിയുന്ന സ്ഥലം എന്ന് പറയുന്നത് pinterest.com എന്നുള്ള ഒരു വെബ്സൈറ്റാണ്. അതിനകത്ത് സൈനേജുകളുണ്ട്. അതിനകത്ത് നമുക്ക് എന്താണോ സൈനേജുകളെ കുറിച്ചുള്ള കാര്യമുണ്ട്. ഞാനത് ഒന്ന് ഷെയർ ചെയ്യാം. തൽക്കാലം ഇതിന് ഒന്ന് ക്ലോസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അതിന് ഇൻട്രസ്റ്റിനെ തന്നെ Pinterest. അപ്പോ ഇതിനകത്ത് നമ്മൾ സൈനേജുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നമുക്ക് വേണ്ടത് ഒരു ഹോട്ടലിന്റെ കഫേ ആണ് എങ്കിൽ കഫേക്ക് ആവശ്യമായിട്ടുള്ള സൈനേജുകളാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് കളറാണ് നമുക്ക് വേണ്ടത്, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഹോട്ടലിന് ആവശ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ ആണ് നമ്മളിവിടെ കാണുന്നത്. നമുക്കിത് ഇതാണ് ഇത് ഓർത്തൊരു ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ സമാനമായ ഇത് ഹോട്ടലിന്റെ അല്ലെ, നമ്മൾ വെറുതെ ഞാൻ കാണിക്കുന്നതാണ്. നമുക്ക് ഏത് തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അത്രയ്ക്ക് വൈവിധ്യമാർന്ന ബാക്ക്ഗ്രൗണ്ടുകൾ Pinterestൽ ലഭ്യമാണ്. ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തെന്ന് വെക്കാം. ഇത് സെലക്ട് ചെയ്ത് ഇവിടെ നമ്മൾ കോപ്പി ചെയ്ത് ഇനി നമുക്ക് എവിടെ പോകുന്നു? ഇവിടെ നമുക്ക് ഇവിടെ കൊണ്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇവിടെ നമുക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രാഗ് ചെയ്യാനൊക്കെ ഉള്ള സംവിധാനമുണ്ട്. ഡ്രാഗ് ചെയ്ത് നമുക്കിതിനെ നമ്മളെ വലിപ്പം എടുത്ത് കൂടിപ്പോയി. ഒരു ചെറിയ വലിപ്പം വെക്കേണ്ടായിരുന്നു. ആരുടെ മൈക്ക് ഓണാണ്, അതൊന്ന് ഓഫ് ചെയ്യാൻ പറയാം. വാസുവിന്റെ ആണ്. അപ്പൊ ഇത് ബാക്ക്ഗ്രൗണ്ട് ആയല്ലോ. ബാക്ക്ഗ്രൗണ്ട് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കൊടുത്തു. ഓക്കെ, ക്ലിയർ ആയല്ലോ? ആരുടെ മൈക്ക് ഓൺ ആണ്? ഒരു സംശയം, വാട്ടർമാർക്ക് ഇല്ലല്ലോ. വാട്ടർമാർക്ക് Pinterestൽ പോയി കഴിഞ്ഞാൽ വാട്ടർമാർക്ക് കാണില്ല.
ഓക്കെ, താങ്ക് യു. വാട്ടർമാർക്ക് ഇല്ല അവിടെ. ഇനി വാട്ടർമാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രശ്നമില്ല. വാട്ടർമാർക്ക് ഇല്ലെങ്കിൽ നമ്മൾ വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാനുള്ള ടൂൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വാട്ടർമാർക്ക് ഉള്ള നമ്മള് പല സ്ഥലങ്ങളിൽ പോയി, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഷട്ടർ സ്റ്റോക്കിൽ പോയി. അവിടെ പോയി എല്ലാത്തിലും വാട്ടർമാർക്ക് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഷട്ടർ സ്റ്റോക്കിന്റെ വാട്ടർമാർക്ക് റിമൂവ് ചെയ്യണം. അങ്ങനെ വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാനുള്ള ടൂൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇല്ല സാറേ, ഇല്ലെങ്കിൽ ഓക്കെ, ആ ടൂള് ഞാൻ നമ്മുടെ ഇതില് ഇട്ടുതരാം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ നമ്മുടെ വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാനുള്ള 2 ടൂളുകൾ ഞാൻ ഇപ്പൊ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഇട്ട് കഴിഞ്ഞു. ഞാൻ ഭയങ്കര കള്ളന, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഇട്ട് കഴിഞ്ഞു. വാട്ടർമാർക്ക് റിമൂവ് ചെയ്യുന്ന ടൂള് ഇട്ട് കഴിഞ്ഞു. നമ്മുടെ മറ്റ് നമ്മുടെ അക്ഷയവുമായി ബന്ധപ്പെട്ടവർക്ക് നമ്മളൊരു ടൂളുകളുടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റിനകത്ത് ഈ വാട്ടർമാർക്ക് റിമൂവ് ചെയ്യുന്ന ടൂളുണ്ട്. ഓക്കെ, അങ്ങനെയാണ്. വാട്ടർമാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ഹോട്ടലിന്റെ പേര് കൊടുക്കും. ഹോട്ടലിന്റെ പേര് നമുക്ക് കൊടുക്കണം. ഹോട്ടലിന്റെ പേര് എന്ന് പറയുന്നത് നമ്മള് ഇതിനകത്ത് യൂണിക്കോഡ് ഫോണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോണ്ട് കൊടുത്ത് കളറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു രസം കാണില്ല, അല്ലേ? അപ്പൊ അതിഗംഭീരമായ രീതിയിൽ ഫോണ്ട്, നല്ല ഫോണ്ടുകൾ വെച്ച് അതിനകത്ത് ഫോണ്ടിനെ തന്നെ ഡിസൈൻ ചെയ്തൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചെയ്യാം. അതും ഞാൻ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഫോണ്ട് മം എന്ന് പറയുന്ന ഒരു ടൂൾ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ ഫോണ്ട് മം ഉപയോഗിച്ച് നമ്മളിവിടെ ഹോട്ടലിന്റെ പേര് നമ്മൾ കൊടുക്കുന്നു. അതെങ്ങനെ കൊടുക്കും? ഫോണ്ട് മം, ഞാൻ ആ ഫോണ്ട് മെമ്മിലേക്ക് ഇതിനെ ഒന്ന് തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഫോണ്ട് മെമ്മിലേക്ക് പോവുകയാണ്. ആരുടെ ഫോണ് എന്റെ ഇത് ഓണാണ്? വാസുവിന്റെ. ഓക്കെ. അപ്പോ നമ്മള് ഫോണ്ട് മെം ഇതാ ഫോണ്ട് മെം. മലയാളത്തില് നമുക്ക് സൈനേജിന് വേണ്ടി അതിഗംഭീരമായ ഒരു ബോർഡ് തയ്യാറാക്കാൻ, മലയാളത്തിൽ ബോർഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണിത്. അപ്പൊ ഹോട്ടലിന്റെ പേരെന്താ? ഹോട്ടലിൽ എന്തെങ്കിലും ഒരു പേര് പറയണോ ആരെങ്കിലും ഒരാൾ? പെട്ടെന്ന് ഒരു പേര് പറയൂ. ഹോട്ടൽ പാരഡൈസ്. ഹോട്ടൽ പാരഡൈസ്. ഹോട്ടൽ പാരഡൈസ്. ഓക്കെ, ഹോട്ടൽ പാരഡൈസ് എന്നെ നമ്മൾ ഫോണ്ട് മെമ്പിൽ പോയി. ഫോണ്ട് മെമ്പിൽ പോയി കഴിയുമ്പോൾ ഇവിടെ താഴോട്ട് ഇങ്ങനെ, ഇതൊരു ഫ്രീ ആണ്, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പരസ്യമൊക്കെ ഇതിനകത്ത് വരും. അതൊക്കെ നമ്മൾ അവഗണിക്കുക. താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോ കാണുന്നു നിങ്ങളുടെ ഇവിടെ നമ്മൾ ഹോട്ടൽ പാരഡൈസ് ഇവിടെ കൊടുക്കുന്നു. ഹോട്ടൽ പാരഡൈസ് നമ്മൾ എന്താണ്, ഏത് ഫോണ്ടാണോ നമ്മൾ, ഏത് പേരാണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ഇവിടെ കൊടുക്കുന്നു. ഇനി ആ തൊട്ട് താഴെ നമുക്ക് അതിനകത്ത് ഫോണ്ടിന്റെ പലതരത്തിലുള്ള ഫോണ്ടുകൾ വരുന്നു. അതിന് നമ്മൾ ഏതെങ്കിലും ഒരു ഫോണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് തൊട്ട് താഴോട്ട് വരുമ്പോൾ ഈ ഫോണ്ടിന്റെ സൈസ് നമുക്ക് ഇവിടെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പൊ 65 കിടക്കുന്നത്, അത് നമുക്കൊരു 90 ആണെങ്കിൽ 90 ആക്കുന്നു. ഫോണ്ട് സൈസ് അല്ലെങ്കിൽ ഇവിടെ സ്കോർ ചെയ്ത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. 100, 99. ഇനി എഫക്റ്റ്, ഈ ഏത് എഫക്റ്റിലാണ് നമുക്ക് വേണ്ടത്? ഇതൊരു മോഡലാണ് ഇവിടെ കാണുന്നത്. ഇതിന്റെ ധാരാളം മാതൃകകൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ മാതൃകകൾ വരും. ഇതിന് നമുക്ക് ഏത് മാതൃകയിലുള്ള സാധനമാണ് വേണ്ടതെന്ന് നമ്മൾ തിരഞ്ഞെടുക്കുക. നമ്മൾ കൊടുക്കുന്ന ഹോട്ടലിന്റെ ബോർഡ് അങ്ങനെ ഒരുപാട് നല്ല മാതൃകകളുണ്ട്. ഇതിലേത് മാതൃകയാണ് നമ്മൾ വേണ്ടതെന്ന് ഞാൻ ഇത് ചുമ്മാ ഇത് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ ഇതിനകത്ത് 2 കളറുണ്ട്. ഈ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പൊ ഇത് നമ്മളിപ്പോ ഇരിക്കുന്ന ബ്ലാക്കും യെല്ലോയാണ്. ഇതിനെ നമുക്ക് മാറ്റിയിട്ട് റെഡ് ആക്കണമെങ്കിൽ റെഡ്, യെല്ലോയ്ക്ക് പകരം ഗ്രീൻ ആക്കണമെങ്കിൽ ഗ്രീന് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് റെഡ് ഹോട്ടൽ പാരഡൈസ് ഈ രീതിയിൽ വന്നു. എന്നുവെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ചുവപ്പിന് പകരം ഈ ചുവപ്പിന് പകരം
മഞ്ഞ കൊടുക്കണമെങ്കിൽ മഞ്ഞ അല്ല പച്ച കൊടുക്കണം. വീണ്ടും നമ്മൾ പച്ച സെലക്ട് ചെയ്തു. അവിടെ ഹോട്ടൽ പാരഡൈസ് ഈ രീതിയിൽ വന്നു. ഇതിപ്പോ നല്ല ഒരു മോഡലൊന്നും അല്ല. എന്നിട്ട് നമുക്ക് അടുത്ത രീതി, ഇതിനെ നമുക്ക് കോപ്പി ചെയ്യണം. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പാരന്റ് ആകണം. ഹോട്ടൽ പാരഡൈസിന്റെ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പാരന്റ് ആയിരിക്കണം, വൈറ്റ് വരാൻ പാടില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? PNG ഫോർമാറ്റിൽ നമുക്കിത് സേവ് ചെയ്യണം. PNG ഫോർമാറ്റിൽ സേവ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് ബാക്ക് ട്രാൻസ്പാരന്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ഒരു പെൻ കാണും, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ്, ഇതിനകത്ത് നമുക്ക് വീണ്ടും നമുക്ക് മാറ്റമൊക്കെ വരുത്താനുള്ള സംവിധാനമുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഇത് ചെയ്യാം, ഗ്ലോ എഫക്റ്റ് കൊടുക്കാം, ഇൻവെർട്ട് കളർ കൊടുക്കാം, ഇമേജ് റിഫ്ലക്ഷൻ, ഒരുപാട് സംഭവമുണ്ട്. ഷാഡോ എഫക്റ്റ് കൊടുക്കാം, അതൊക്കെ ചെയ്യാൻ പറ്റും. ഷാഡോ എഫക്റ്റിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ അതൊക്കെ ചേഞ്ച് വരുത്താം. ഓക്കെ, അപ്പോൾ നമ്മള് ഇമേജ് അപ്ലോഡ് പോയി. പരസ്യമാണ്. മറ്റൊരു മോഡലാണ്. അപ്പൊ ഇവിടെ നമ്മൾ പോയി ഡൗൺലോഡ്. ഇപ്പൊ നമ്മൾ ഡൗൺലോഡ് ആയി കഴിഞ്ഞു. അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത ആ ഇമേജിനെ നമുക്കിനി എവിടെ കൊണ്ടുവരണം? ഇത് തൽക്കാലം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കാം. ഇനി വീണ്ടും നമ്മൾ ഇവിടെ പോകുന്നു. സ്റ്റോപ്പ്. സ്ലൈഡിൽ പോയി നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ ഹോട്ടൽ പാരഡൈസ് നമുക്കിവിടെ ഇമേജ് ഇൻസെർട്ട് പോയി ഇമേജ് ക്ലിക്ക് ചെയ്യുന്നു. അപ്ലോഡ് ഫ്രം കമ്പ്യൂട്ടർ. ഹോട്ടൽ പാരഡൈസ് വന്നു. ഇവിടെ നമുക്കിതിനെ
ഡ്രാഗ് ചെയ്ത് വലുതാക്കുകയോ ചെറുതാക്കുകയോ ഒക്കെ ചെയ്യാം. ഇത് ഞാനൊരു ഓക്കെ, മനസ്സിലായോ? ഇതിപ്പോ വലിയൊരു ബോർഡാ. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? വളരെ സിമ്പിൾ. നമ്മൾ ഹോട്ടൽ പാരഡൈസ് എന്നത് ഇത് നമുക്ക് ഫോട്ടോഷോപ്പിലൊക്കെ ചെന്ന് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. വളരെ അനായാസമായി ഫോണ്ട് മെമ്മിൽ പോയി അവിടെ നമുക്ക് ഏത് ശൈലിയിൽ വേണോ, നമുക്ക് ഒരുപാട് മാതൃകകളുണ്ട്. ഇഷ്ടമുള്ള മാതൃകകൾ, ഇഷ്ടമുള്ള കളറൊക്കെ സെലക്ട് ചെയ്ത് ചെയ്തു. അതിന് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? അതിന് ഡൗൺലോഡ് ചെയ്യുന്നു. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം, ഡൗൺലോഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ആ ഡൗൺലോഡ് ചെയ്ത് ഏത് ഫോർമാറ്റിലാണ് വന്നത്? PNG ഫോർമാറ്റിലാണ് വന്നത്. PNG ഫോർമാറ്റ് ആണ് എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അത് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കളർ ആയിരിക്കും എങ്കിൽ PNG ആണ്, തർക്കമില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ ഫയലിന് നമ്മളൊരു പേര് കൊടുക്കുന്നു. ആ ഫയലിന്റെ പേര് അല്ലെങ്കിൽ ആ ഫയൽ നമ്മൾ ഓർത്ത് വെക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എവിടെ പോകുന്നു? പ്രസന്റേഷനിൽ ഇവിടെ നമ്മൾ പോകുന്നു. അവിടെ പോയിട്ട് ഇൻസർട്ടിൽ പോകുന്നു. അവിടെ പോയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു. ഇവിടെ വന്നു. എന്നിട്ട് ഇവിടെ വന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും നമുക്ക് ഇതിനകത്ത് പിക് ടൂൾ ഉപയോഗിച്ച് കാര്യങ്ങൾ ക്രോപ്പ് ചെയ്യാനും വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ പറ്റും. ഓക്കെ അല്ലേ? ഡ്രാഗ് ചെയ്ത് വലുതാക്കാൻ പറ്റും, ഡ്രാഗ് ചെയ്ത് ചെറുതാക്കാൻ നമ്മൾ കോറൽ ഡ്രോയിലും ഫോട്ടോഷോപ്പിലും ഒക്കെ ചെയ്യുന്ന പോലെ വളരെ നൈസായിട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇനി എന്താണ് ഇനി അടുത്തൊരു കാര്യം? ഇതിനകത്ത് ഒത്തിരി സാധ്യതകളുണ്ട്. ഇവിടെ നിന്ന് ഇത് AI. ഈ AI ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് മലയാളത്തിലൊക്കെ ടൈപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഈ ഹോട്ടൽ പാരഡൈസിന്റെ ഒരു പടം വേണമെങ്കിൽ AI ജനറേറ്റ് ചെയ്ത് ഇവിടെ വെക്കാൻ പറ്റും. ഇവിടെ നിന്ന് തന്നെ വെക്കാൻ പറ്റും. ഇവിടെ നിന്ന് തന്നെയാണെങ്കിൽ നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം. ഇവിടെ ഹോട്ടൽ പാരഡൈസ് കോഴിക്കോട് എന്ന് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? വളരെ സിമ്പിൾ ആയിട്ട് പറ്റും. നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യണം. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കുക, ഇവിടെ ഒരു കീബോർഡിന്റെ ഒരു ടൂൾ ഉണ്ട്, നിങ്ങൾ കണ്ടിരിക്കുക. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അത് മലയാളം കൈയെഴുത്തുണ്ട്, മലയാളം മൊഴി എടുത്തിട്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക. ഇവിടെ നമ്മൾ ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ടെക്സ്റ്റ് ടൂൾ ബാർ ഇവിടെ കാണുന്നു. ടെക്സ്റ്റ് ടൂൾ ബാർ എടുത്ത് ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് എവിടെയാണ് ഹോട്ടൽ പാരഡൈസ്? എവിടെയാണ് സാറേ? കോഴിക്കോട്. അപ്പൊ കോഴിക്കോട് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഫോണ്ട് അത്ര പോരാ. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഫോണ്ട് സെലക്ട് ചെയ്യാം. ഇവിടെ നോക്കുക, നല്ല ഫോണ്ട് ഉണ്ട്. മഞ്ചരി അനേക, അതിന്റെ ബോൾഡ് എക്സ്ട്രാ ബോൾഡ് അല്ലേ? ഇവിടെ നിന്ന് തന്നെ നമുക്ക് ചെയ്യാം. ഇനി ഇതിനൊരു കളർ, ഇപ്പൊ ഇതിനൊരു പച്ച കളർ കൊടുക്കണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ഫോണ്ട് കളറുണ്ട്. ഫോണ്ട് കളർ പച്ച, കോഴിക്കോട് ഇതൊരു കടും പച്ചയായി. കളറ് കോഴിക്കോട്. ഇനി ഇതിന്റെ ഫോണ്ടിന്റെ വലുപ്പം കൂട്ടുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡ്രാഗ് ചെയ്ത് കൂട്ടാൻ പറ്റില്ല. ഇവിടുന്ന് ഫോണ്ടിന്റെ സൈസ് നമുക്ക് ഇവിടെ കൊടുത്ത് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 60, 72 അല്ല, ഇവിടെ നമുക്ക് ഒരു 120 ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കോഴിക്കോട്. ഓക്കെ മനസ്സിലായോ? ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഫോണ്ട് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഫോണ്ട് ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്യാം. ഇനി വേണമെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് ടൂൾ ഉണ്ട്. ഇവിടെ നിന്ന് എഴുതാൻ പറ്റില്ലെങ്കിൽ മൗസ് വെച്ച് ഹാൻഡ് റൈറ്റിംഗ് ടൂൾ ഉപയോഗിച്ചും ചെയ്യാം. ഇനി ഈ ഗൂഗിൾ സ്ലൈഡ്, ഇതിപ്പോ നമ്മൾ കമ്പ്യൂട്ടറാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ആപ്പ്, നമ്മൾ ഈ ചെയ്ത ഈ കാര്യത്തിന്റെ മൊബൈൽ ആപ്പ് ഉണ്ട്. ഗൂഗിൾ സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ആപ്പ് സ്റ്റോറിൽ പോയി നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഫോണിലും ചെയ്യാം. അവിടെ നിന്ന് ഇതുപോലെ നമ്മളിപ്പോ ഒരു പരിപാടി നടന്നു, ബാക്ക് ഡ്രോപ്പ് 2 മീറ്റർ നീളവും ഒരു
1 മീറ്റർ വീതിയുമുള്ള ഒരു ബാക്ക് ഡ്രോപ്പ് വേണം. അപ്പൊ 2 മീറ്റർ മീറ്റർ ആണ്. നമ്മൾ ഇതിൽ എന്താണുള്ളത്? ഇഞ്ചാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്റർ ഒന്നും എടുക്കണ്ട, നമ്മൾ ജെമിനിയോട് ചോദിക്കുന്നു 2 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും എത്ര ഇഞ്ചിലേക്ക് ആക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇഞ്ചാക്കി തരും. ആ ഇഞ്ച് അടിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. ഇനി ഹോട്ടൽ പാരഡൈസിന്റെ എന്ത് ചെയ്യണം? ഇനി നമുക്ക് പ്രിന്റ് എടുക്കണ്ടേ? ഇതിനെ പ്രിന്റ് എടുക്കണമെങ്കിൽ ഇവിടെ കൊണ്ടുപോകണം. ഫ്ലക്സ് പ്രിന്റാ അല്ലെങ്കിൽ ബോർഡ് വീനയിൽ പ്രിന്റാണ് എടുക്കേണ്ടത്. അത് അവിടെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴാണ് പ്രിന്റ് ഔട്ട് എടുത്ത് തരുന്നത്. ഇതേ ക്വാളിറ്റിയിൽ നമുക്ക് പ്രിന്റ് എടുത്ത് തരും. എന്ത് ചെയ്യണം? അപ്പൊ അതിനകത്ത് നമുക്കിതിനെ 2 മാർഗമുണ്ട്. ഒരു മാർഗം എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് ഇവിടെ ഒരു പ്രിന്ററിന്റെ സിമ്പൽ ഉണ്ട്. ആ പ്രിന്റർ സിമ്പൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോ പ്രിന്റർ ഇത് കാണാമോ? ആ പ്രിന്റർ വന്ന കാണുമോ? എപ്സൺ കാണാമോ? അതാ ഇതില് സേവ് ആസ് PDF കൊടുത്തു കഴിഞ്ഞാൽ PDF ആയിട്ട് സേവ് ചെയ്യും. പ്രിന്റർ സിമ്പൽ കൊടുക്കുമ്പോൾ സേവ് ആസ് PDF കൊടുത്തു കഴിഞ്ഞാൽ PDF ആയിട്ട് ഇതാ ഈ കാണുന്ന ഈ പ്രിന്റർ സിമ്പലിൽ പ്രിന്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ പ്രിന്റർ ഇൻസ്റ്റാൾ ചെയ്താൽ ആദ്യം പ്രിന്ററിലേക്ക് ആയിരിക്കും പോകുന്നത്. അല്ലെങ്കിൽ സേവ് ആസ് PDF കൊടുക്കുക, PDF ആയിട്ട് സേവ് ചെയ്യും. സാറ് ബിഫോർ പ്രിന്റ് ചെയ്യുന്നതിന് ഇപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് നമ്മളുടെ കോഴിക്കോട് എന്നുള്ളത് ഒരു ഇക്ക ഇല്ല അതിനകത്ത്, ഒരു രണ്ടാമത്തെ നമുക്ക് ഇവിടെ തിരുത്താം. അതല്ല ഇവിടെ തന്നെ ഇതാ കോഴിക്കോട്. അതൊക്കെ വളരെ ഈസി കാര്യമല്ലേ? ആയില്ലേ? നിസ്സാര പരിപാടികളാണല്ല. അപ്പൊ അത് എങ്ങനെ തിരുത്തണമെന്ന് പറഞ്ഞുതരാൻ വേണ്ടിയാണ് ഞാൻ മനഃപൂർവ്വം തെറ്റിച്ചത് കേട്ടോ, അല്ല തെറ്റിയതല്ല. ഓക്കെ. അപ്പോ അത് നമുക്ക് ഇവിടെ വെച്ചാൽ ചെയ്യാം. നമ്മുടെ സാധാരണ രീതിയിൽ എന്താണ് ചെയ്യുന്നത്? ഒരു സാധനം മലയാളത്തിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ പോയി ടൈപ്പ് ചെയ്ത് അതിനെ കൊണ്ടുവന്ന് യൂണിക്കോഡാക്കി ഇതാക്കി മറ്റേക്ക് മറിച്ചത്. ഇത് ഇവിടെ നിന്ന് തന്നെ എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതെല്ലാം ഈ സാധനം നമ്മൾ ഇന്ന് ഈ പഠിക്കുന്ന ഈ സാധനം എന്ന് പറയുന്നത് ഇപ്പൊ AI വന്നതിന് ശേഷം ഇതിനകത്ത് ഇതൊരു 8-10 വർഷം കൊണ്ട് നിങ്ങൾ കൊണ്ട് നടക്കുന്ന സാധനമാണ്. ഇതൊക്കെ 8-9 വർഷമായിട്ട് ഇത്രയും പെർഫെക്റ്റ്ലി ഈ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതിനകത്ത് AI കൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ AI ഇന്റഗ്രേറ്റ് ചെയ്തെങ്കിൽ AIയിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇവിടെ നമ്മൾ നോക്കിയില്ല. അതുകൂടെ നമുക്ക് നോക്കണം. അപ്പൊ ഇതിനകത്ത് നമുക്കൊരു ചിക്കൻ ഫ്രൈയുടെ ഒരു പടം കൊടുക്കണം. ചിക്കൻ ഫ്രൈയുടെ ഒരു പടം കൊടുക്കണം. അതെന്ത് ചെയ്യും? ഇവിടെ നിന്ന് തന്നെ കൊടുക്കണം. ഇവിടെ നിന്ന് തന്നെ ഒരു ചിക്കൻ ഫ്രൈയുടെ പടം കൊടുക്കണം. എന്ത് ചെയ്യും? പിൻട്രസ്റ്റിൽ പോയിട്ട് കളക്ട് ചെയ്യുക ഒരു ചിക്കനെ. എന്തേ? പിൻട്രസ്റ്റിൽ പോയിട്ട് ഒരു ചിക്കനെ കളക്ട് ചെയ്യുക. അതല്ല, അതൊക്കെ വലിയ പാടുള്ള കാര്യങ്ങളാണ്. ഓ ശരി. ഇവിടെ നിന്ന് തന്നെ ഇതില് നാനോ ബനാന ഉണ്ട്. നാനോ ബനാന നല്ലതായിരിക്കും, മറ്റുള്ളവർക്ക് എന്ത് സാർ? വാസുവിന്റെ ഫോണ് മ്യൂട്ടല്ല. ആ ചിക്കൻ ഫ്രൈ ജനറേറ്റ് ചെയ്തോണ്ടിരിക്കുക. നെറ്റൊക്കെ സ്ലോ ആണെന്ന് തോന്നുന്നു.
ഇവിടെ തന്നെ ഇവിടെ ഈ കാണുന്നില്ലേ, ഈ സാധനം ഇതിന്റെ ചിക്കൻ ഫ്രൈ വന്നു. ചിക്കൻ ഫ്രൈ വന്നു അല്ലേ? അത് ഇവിടെ തന്നെ, അതായത് നമ്മൾ ഇവിടെ തന്നെ ചെയ്യാണ്. ഇതിനകത്ത് ഈ കാണുന്നതാണ് ജെമിനിയിലെ ടൂള്. എവിടെയുണ്ട്? ഇതിനകത്ത് തന്നെ ഉണ്ട്, സ്ലൈഡിനകത്ത് തന്നെ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുന്നു. ഞാൻ വേറെ ഒന്നും കൊടുത്തില്ല, ചിക്കൻ ഫ്രൈ എന്ന് മാത്രമേ എടുത്തുള്ളൂ. വേണമെങ്കിൽ 2 ലെഗ് പീസ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ ഫ്രൈ കിട്ടും. അപ്പോ നമ്മളിവിടെ വന്നു, ഈ ചിക്കൻ ഫ്രൈ ഇവിടെ വന്നു. ഈ ചിക്കൻ ഫ്രൈ നമ്മളിവിടെ വന്നു. നമുക്ക് ഈ ചിക്കൻ ഫ്രൈയില് ഈ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. എന്ത് ചെയ്യും? പോയാ ഈ ചിക്കൻ ഫ്രൈ വലുതായി. ഇവിടെ തന്നെയാണ്. എഡിറ്റ് ഇമേജ്. ഇവിടെ നോക്കുക, എഡിറ്റ് ഇമേജിൽ പോയിട്ട് എഡിറ്റ് ഇമേജ്. അത് ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ റിമൂവ് ആവും. അതായത് നമ്മൾ ഇത്രയല്ല, റിമൂവ് ആയിക്കൊള്ളട്ടെ. മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണം. ലക്ഷ്മിക്ക് അയ്യർ, ലക്ഷ്മിക്ക് അയ്യർ മൈക്ക് മ്യൂട്ട് ചെയ്യണം. ഞാൻ പറയുന്നത് ആർക്കും കേൾക്കാൻ പറ്റുന്നില്ല. ലക്ഷ്മി ബസ്സിലാണെന്ന് തോന്നണേ. അവർ മ്യൂട്ട് ചെയ്യാൻ അവർ ശ്രമിച്ചോണ്ടിരിക്കുന്നത് പറ്റുന്നില്ല. എന്തായാലും നമ്മളെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി.
രാംകിരണെ റിമൂവ് റിമൂവ് എന്നുള്ള നിലയിൽ ലക്ഷ്മിക്ക് പറ്റത്തില്ലെന്ന് തോന്നുന്നു. ആയി ഇതാ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി. റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ ഇവിടെ ഇതിന്റെ ലോഗോയ്ക്കൊപ്പം ഇത് റിമൂവ് ആയി. കണ്ടല്ലോ? യെസ്, ശ്രദ്ധിച്ചോ? അതായത് നമുക്ക് മുമ്പ് നമ്മളൊരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് BG കൊണ്ടുപോയി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് അവിടെ നിന്ന് ഇഞ്ഞു കൊണ്ടുവരണം. ഇതല്ല, ഇവിടെ തന്നെ ഇതെല്ലാം സാധ്യമാണ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നിന്ന് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഈ പടമൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ഇതിനെ ഡൗൺലോഡ് ചെയ്ത് ഫ്ലെക്സ് ആണെങ്കിൽ ഫ്ലെക്സിൽ എവിടെ വേണോ നമുക്ക് പ്രിന്റ് എടുക്കാം. ഇനി നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ, ഇപ്പൊ പിന്നെ ടോയ്ലറ്റ്, നോ സ്മോക്കിംഗ്, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ സിമ്പലുകൾ വേണം. അത്തരം സിമ്പലുകൾ അപ്പൊ ഇപ്പൊ നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിച്ച ഇതെന്ന് പറയുന്നത് ഫോണ്ട് മെമ്മാണ്. ഇംഗ്ലീഷിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് ജസ്റ്റ് അതുകൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പോകാം. സ്റ്റോപ്പ് പ്രസന്റേഷൻ. നമ്മൾ ഇംഗ്ലീഷിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ മലയാളവും ഇവിടെ നമുക്ക് ചെയ്യാം, ഇംഗ്ലീഷും മലയാളം ചെയ്യാം. ഫോണ്ട് ടെക്സ്റ്റ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞത് ഇതേ മോഡലിലുള്ള ഇത് ഇപ്പൊ ഈ പാരഡൈസ് ഇതേ രീതിയിൽ നമുക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ നമുക്ക് ചെയ്യാം. ഇത് ഞാൻ നേരത്തെ പഠിപ്പിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇത് തന്ന കാര്യമാണ്. അപ്പോ ടെക്സ്റ്റ് സ്റ്റുഡിയോയിൽ ഒരുപാട് മോഡലുകളുണ്ട്. ഇതിലേത് രീതിയിൽ വേണം, ഇത് മലയാളത്തിലെ ഫോണ്ടാക്കാനും നമുക്ക് പറ്റും. ഇതില് ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ കിരീടം കാണുന്നുണ്ടല്ലോ, ക്രൗൺ കാണുന്നത് പറ്റില്ല, അത് പെയ്ഡ് വെർഷൻ ആണ്. ക്രൗൺ ഇല്ലാത്തതെല്ലാം നമുക്ക് പറ്റും. ഇത് ക്രൗൺ ഇല്ലാതെ ഇതൊന്നും ക്രൗൺ ഇല്ല, ഇതൊന്നും ക്രൗൺ ഇല്ല, ഇത് ക്രൗൺ ഇല്ലാത്തതെല്ലാം പറ്റും. ക്രൗൺ ഉള്ളത് ക്രൗൺ ഇല്ല, ക്രൗൺ ഉള്ളതിന് നമുക്ക് പെയ്ഡ് വെർഷനിലേ പറ്റുള്ളൂ. ഓക്കെ, ടെക്സ്റ്റ് സ്റ്റുഡിയോ. ഇനി അതുപോലെ തന്നെ മലയാളത്തില് നമുക്ക് മലയാളത്തിലുള്ള ഇതുപോലുള്ള കാലിയോഗ്രാഫി ആയിട്ടുള്ള ഇമേജുകൾ നമുക്ക് കിട്ടണമെങ്കിൽ, മലയാളത്തിൽ കാലിയോഗ്രാഫി ഇമേജുകൾ നമുക്ക് കിട്ടണമെങ്കിൽ ഷട്ടർ സ്റ്റോക്കിലെ മലയാളം കാലിയോഗ്രാഫി ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ മലയാളം കാലിയോഗ്രാഫി ടൈപ്പോഗ്രാഫി പല ആശംസകളോടെ. ഇപ്പൊ തട്ടുകട, ഇത് തട്ടുകടയാണ്. ഇതിനെ നമുക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് അവിടെ കൊണ്ടുവയ്ക്കാം. സ്വാഗതം, ഇങ്ങനെയൊക്കെയുള്ള കാലിയോഗ്രാഫി ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ട വിജയിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അവർ എഴുതിയതല്ല, ഇതുപോലെ ഇവിടെ നിന്നൊക്കെ എടുത്തുകൊണ്ടുവന്ന് വെക്കുന്നതാണ്. ഓണം, ക്രിസ്മസ്, ഓണാശംസകൾ, ഇതുപോലെ കാലിയോഗ്രാഫി ചെയ്തിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഷട്ടർ സ്റ്റോക്കിന്റെ ഇത്. ഈ ലിങ്കുകളെല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഇട്ടു തരാം. കാലിയോഗ്രാഫി മലയാള ഫോണ്ട് ബം. ഇനി നമ്മൾ നേരത്തെ നമ്മൾ ഇൻപ്രിന്റേഴ്സ് നമ്മൾ അത് നോക്കി, അത് ബാക്ക്ഗ്രൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി അത് പറ്റിയ ഒരു സ്ഥലമാണ് നമ്മൾ നോക്കി. ഇനി നമുക്ക് നല്ല ഇത് ഇപ്പൊ നമ്മൾ നോക്കുമ്പോ ചിലപ്പോ ടോയ്ലറ്റ് അല്ലെങ്കിൽ നോ സ്മോക്കിംഗ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോ ഷട്ടർ സ്റ്റോക്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് കൊച്ചു ലോഗോകൾ ആവശ്യമായിട്ട് വരും. അങ്ങനെ ലോഗോകൾ ആവശ്യമാകുമ്പോൾ അത് അഡോബിന്റെ തന്നെ സ്റ്റോക്ക് അഡോബിന്റെ തന്നെ അത്തരത്തിലുള്ള ചില സിമ്പലുകൾ, ധാരാളം സിമ്പലുകൾ ഇതിനകത്തുണ്ട്, പലതരത്തിലുള്ള സിമ്പലുകൾ. അപ്പൊ ഈ സിമ്പലുകൾ നമുക്ക് ഉപയോഗിച്ച് ഇതിനകത്ത് നമ്മളെ സിമ്പലുകൾ ആണെങ്കിൽ നമുക്ക് ഇതിപ്പോ മെഡിക്കൽ സൈനാണ് കൊടുക്കുന്നത്. ഇനി ഹോട്ടലാണെങ്കിൽ, ബുക്കാണെങ്കിൽ, ഒരു ബുക്ക് കടയിൽ ആണെങ്കിൽ നമ്മൾ ബുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ബുക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സിമ്പലുകൾ വരും. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ആ സിമ്പലുകൾ നമുക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് അവിടെ കൊണ്ടുവന്നു. എന്ത് കാര്യമായാലും ഇവിടെ നമ്മൾ കൊടുത്താൽ മതി. മെഡിസിൻ ആണെങ്കിൽ മെഡിസിൻ ആയിട്ടുള്ള മെഡിക്കൽ, ഫാർമസി ആണെങ്കിൽ മെഡിസിനുമായി മെഡിസിൻ എന്ന് കൊടുക്കാം. അങ്ങനെ എന്താണോ നിങ്ങൾ കൊടുക്കുന്നത് അത് അവിടെ നമുക്ക് ഈ ഇവരുടെ സ്റ്റോക്ക് അഡോബിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ,
ഇനി അതാണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് ബ്രാൻഡ് ലൈവ് എന്ന് പറയുന്ന വളരെ മനോഹരമായ നമുക്കൊരു കൺസെപ്റ്റ് ഇല്ല, നല്ലൊരു ബോർഡ് ചെയ്യണം. ആ ബോർഡിന്റെ നല്ല മാതൃകകൾ കണ്ടെത്തണമെങ്കിൽ ബ്രാൻഡ് ലൈവ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ലൈവിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല മോഡലുകൾ നമുക്ക് കിട്ടും. ബ്രാൻഡ് ലൈവ് എന്ത് ബ്രാൻഡാണോ എന്താണോ നിങ്ങൾക്ക് അതിനകത്ത് അതിന് വലിയൊരു അതാണ് ഇത്ര 7 ലക്ഷത്തോളം ടെംപ്ലേറ്റ്സുകൾ ഇവിടെയുണ്ട്. ഇപ്പൊ നിങ്ങൾക്കൊരു ബുക്കിന്റെ ആണ് എങ്കിൽ ബുക്ക് ടെക്സ്റ്റ് ബുക്ക്, എൻ്റെ ചിൽഡ്രൻസ് ബുക്ക് ഡേയുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ നമുക്ക് മോഡലുകൾ കിട്ടും. ഇത്തരം മോഡലുകൾ കിട്ടിക്കഴിഞ്ഞാൽ ആ മാതൃക വെച്ച് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ അത് ആ ഇമേജിനെ നമ്മൾ സ്നിപ്പ് ചെയ്ത് ജെമിനിയിൽ കൊടുത്തിട്ട് അതിന്റെ പ്രോംപ്റ്റ് എടുത്തിട്ട് ആ പ്രോംപ്റ്റ് ഉപയോഗിച്ച് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ കൊടുത്തിട്ട് അതിന് നമ്മൾ കോപ്പി ചെയ്ത് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളുടെ എല്ലാം ലിങ്ക് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ട് തരാം. ഇനി വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാം, വെക്ടർ ആർട്ട് അല്ലെങ്കിൽ ഇത് ഫ്ലയേഴ്സ് അല്ലെങ്കിൽ പ്രോസ്പെക്ടസ് ബ്രോഷറൊക്കെ ചെയ്യണമെങ്കിൽ അതിന്റെ ഫോർമാറ്റുകളും ടെംപ്ലേറ്റ് elegantflyer.com എന്ന് പറയുന്ന ഒരു ടൂളിലുണ്ട്. അതിൻ്റെയും ഞാൻ ലിങ്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഇടാം. അപ്പൊ ഈ ലിങ്കുകളൊക്കെ നോക്കിയിട്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ പലതരത്തിലുള്ള ഫ്ലയേഴ്സും ഇത് നമ്മൾ സെർച്ച് ചെയ്താൽ മതി. ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് അത്തരത്തിലുള്ള ടെംപ്ലേറ്റ്സുകളെല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോ നമ്മളെ സമയം 9:02 നമ്മൾ ആദ്യം പറഞ്ഞു വന്ന ആദ്യ ഭാഗം എവിടെയാ? ഗൂഗിളിന്റെ ഡോക്ക് സ്ലൈഡ്, ഗൂഗിൾ സ്ലൈഡ്. അവിടെ പോകുന്നു, പേജ് സെറ്റ് ചെയ്യുന്നു, ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നു. മലയാളമാണെങ്കിൽ ഫോണ്ട് മുമ്പിൽ പോകുന്നു, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് കുറെ ടൂളുകളുണ്ട്. അവിടെ പോയി നമ്മൾ ആവശ്യമായിട്ടുള്ള ആ സൈനേജിന് ആവശ്യമായിട്ടുള്ള പേര് കണ്ടെത്തി കൊണ്ടുവന്ന് വെക്കുന്നു, അതിനെ ഡ്രാഗ് ചെയ്ത് ചെറുതാക്കുന്നു, വലുതാക്കുന്നു. അതിനെ തൊട്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാം, ഇംഗ്ലീഷിലും മലയാളത്തിലും ടൈപ്പ് ചെയ്യാം. അതിനെ നമുക്ക് ഫോണ്ട് സെലക്ട് ചെയ്യാനുള്ള സംവിധാനം എവിടെയുണ്ട്, ഈ ഗൂഗിൾ സ്ലൈഡിലുണ്ട്. അങ്ങനെ ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞ് ഫിനിഷ് ചെയ്തു. പേജ് സെറ്റാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും പെർഫെക്റ്റ് ഫിനിഷിങ്ങിനോടുകൂടി നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി പ്രിന്ററിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഡൗൺലോഡ് ഓപ്ഷനിൽ പോയാൽ ഡൗൺലോഡ് ചെയ്യാം. കൊണ്ടുവന്ന് നമ്മൾ ഫ്ലെക്സ് കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ഡിസൈൻ നല്ല ബോർഡുകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പഠിക്കാം. അങ്ങനെ ബോർഡുകൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വരുമാന മാർഗമാണ്. നല്ല രീതിയിൽ നല്ല ഒരു ആർട്ടിസ്റ്റ് നിങ്ങൾ AI കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് നിങ്ങളൊരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് വെക്കാൻ നിങ്ങൾ പറയുന്ന പോലെ അവ ചെയ്യുള്ളൂ. ഇപ്പൊ നമുക്കൊരു ഓപ്ഷൻ കൊടുക്കാം, ഇന്നതാണ് അല്ലെ, നിങ്ങൾക്ക് ചെയ്ത് സാമ്പിളുകൾ കൊടുക്കാം. നമുക്ക് ഒരു സാമ്പിൾ, ഒരു 10-20 സാമ്പിൾ കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 1 മണിക്കൂറിന്റെ സമയമുള്ളൂ അല്ലെ. അത്ര ഒരു ബോർഡ് നല്ല രീതിയിൽ ഒരു ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ബോർഡ് ചെയ്യുന്നതിന് 1500-2000 രൂപയൊക്കെ നമുക്ക് ചാർജ് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്ത് ഇതിന്റെ ഒരു സ്കില്ല് നിങ്ങൾ വളർത്തിയെടുക്കുക. നമ്മൾ വളരെ നിസ്സാരം, ആരും ഉപയോഗിക്കാത്ത വളരെ തന്ത്രപരമായ രീതിയിൽ എവിടെയാണ് നമ്മൾ ഉപയോഗിച്ചത്? ഗൂഗിൾ സ്ലൈഡ്. ഓക്കെ, നമ്മുടെ കൊറൽഡ്രോ പോലെ, ഫോട്ടോഷോപ്പ് പോലെയൊക്കെ അതിഗംഭീരമായ സാധനം വളരെ ഈസിയായി അനായാസം 5 പൈസ ചെലവില്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്.